തെന്നല അറയ്ക്കൽ സ്വദേശി സെയ്തലവിയെ കണ്ടാൽ നാട്ടുകാർ പറയും അതാ ലീഗ് മോൻ വരുന്നു എന്ന്. കടുത്ത മുസ്ലിം ലീഗ് പ്രേമമാണ് സെയ്തലവിക്ക് ഈ പേര് നേടിക്കൊടുത്തത്. സഞ്ചരിക്കുന്ന ബൈക്ക് മുതൽ വീട്ടിലെ സാധന സാമഗ്രികളിൽ പോലും ലീഗിന്റെ പതാകയുടെ നിറമായ പച്ചയുണ്ട്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന പച്ച നിറത്തിലുള്ള എഴുത്തുമായാണ് തന്റെ വെള്ള ബൈക്കിൽ സെയ്തലവി സഞ്ചരിക്കുന്നത്. മുൻഭാഗത്ത് എഴുത്തിനോടൊപ്പം ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും പതിച്ചിട്ടുണ്ട്. വശങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെയും ശിഹാബ് തങ്ങളുടെയും ചിത്രങ്ങളും. ബൈക്കിന് മാത്രമല്ല വീട്ടിലെ സാധന സാമഗ്രികൾക്കും നിറം പച്ച തന്നെ. പച്ച പെയിന്റാണ് വീടിന്റെ ഗേറ്റിന്. വീടിന്റെ പേര് ഗ്രീൻ ഹൗസുമെന്നും. കസേര മുതൽ വീടിന്റെ ഓട് വരെ പച്ച നിറത്തിലാണ്. കുടുംബാംഗങ്ങൾക്ക് വസ്ത്രമെടുക്കുമ്പോൾ പോലും പച്ച നിറത്തോട് പ്രത്യേക മമതയുണ്ട്. ചെറുപ്പം മുതൽ മുസ്ലിം ലീഗ് അനുഭാവിയാണ് സെയ്തലവി. 1980 മുതൽ സൗദി അജ്മാനിൽ മസാലക്കട നടത്തിവരികയാണ്. നിലവിൽ നടത്തിപ്പിന് മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പോയി വരും. ഇലക്ഷൻ സമയത്ത് നാട്ടിലുണ്ടാവാൻ പ്രത്യേകം ശ്രമിക്കും. വോട്ടിംഗ് മുടക്കാറുമില്ല. ഗൾഫ് ജീവിതത്തിനിടയിലാണ് ലീഗ് ഭ്രമം മൂത്തത്. ആ സമയത്ത് പരിചയപ്പെട്ട പ്രദേശവാസിയായ അസിഹ് ഹാജിയാണ് ലീഗ് മോൻ എന്ന് പേരിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പലരും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. പാർട്ടിക്കായുള്ള പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ അടുത്ത് BK സെയ്തലവി സാഹിബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞാൻ അയാളെക്കുറിച്ച് ആദ്യം പറയാം. അയാൾക്ക് വായിക്കാൻ അറിയില്ല. അയാൾക്ക് നമ്മൾ വായിച്ചു കൊടുത്തത് അയാളെ മെമ്മറിയിൽ കയറ്റി വെക്കാൻ അപാര കഴിവാണ് അയാൾക്ക്. വർഷക്കണക്കിന് ആ മെമ്മറി അയാളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ അയാൾക്ക് സ്ഥിരം പത്രം വായിച്ചു കൊടുക്കലായിരുന്നു എൻ്റെ പതിവ്. അങ്ങനെ അയാൾ വായിക്കൽ ചന്ദ്രികാപത്രമാണ്. അങ്ങനെ ഞാൻ ആ ചന്ദ്രികാപത്രത്തിനോടും ആ പാർട്ടിയോടും ആകർഷണനായി. പിന്നെ ആ പാർട്ടി പ്രവർത്തനമായിട്ട് മാറി. അങ്ങനെ 1981 ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടുകാരനായ അസീസ് ഹാജി ഉണ്ണിക്കുരിക്കൽ എന്ന് പറഞ്ഞ ആൾ എന്നെ ലീഗ് മോൻ എന്ന പേര് ആദ്യമായിട്ട് വിളിച്ചു. അന്ന് അയാൾ വിളിച്ചത് തമാശയായിട്ടാണെങ്കിലും അത് പിന്നീട് എല്ലാവരും അംഗീകരിച്ചു. എല്ലാവരും അതാണെന്ന് അറിയപ്പെടുന്ന പേര്. ഇപ്പോൾ സത്യം എൻ്റെ നാട്ടുകാർക്കും അധികം ആളുകൾക്കും എൻ്റെ പേരെന്താണെന്നറിയില്ല. വിദേശത്തുള്ളവരും ഒക്കെ എല്ലാവർക്കും ലീഗ് അല്ലെങ്കിൽ ലീഗ് മോൻ എന്ന് പറയും. ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ദിവസം ഞാൻ എൻ്റെ ആവശ്യത്തിന് എൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്ന സാമഗ്രികൾ വരെ പച്ചയാണ് ഞാൻ തിരഞ്ഞെടുക്കൽ. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ എവിടെ പോയിട്ട് വല്ല സാധനം വാങ്ങുകയാണെങ്കിൽ, വീട്ടു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് പച്ച കളർ ഇല്ലെങ്കിൽ മറ്റ് കളറിലേക്ക് പോവുള്ളൂ. അതുപോലെ എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഒരു പച്ചമയം ഉണ്ടാവും. വീട് പച്ച കളറാണ്, ഗേറ്റ് അതാണ്. എൻ്റെ എല്ലാവരും ഗേറ്റുമ്മൽ അവരവൻ്റെ തറവാട് പേരാണ് എഴുതി വെക്കുക. എൻ്റെ ഗേറ്റുമ്മൽ ഗ്രീൻ ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മൊത്തം ഏത് മേഖല ഉണ്ടെങ്കിലും അത് പച്ചയ്ക്ക് അയച്ചിട്ടേ മറ്റിലേക്ക് ചിന്തിക്കാറുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം. ഞാൻ എല്ലാവരും സാധാരണ ഒരാൾ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പറായാൽ 5 വർഷമാണ് അവരുടെ കാലാവധി. അത് കഴിഞ്ഞാൽ മെമ്പർ സ്ഥാനം കഴിഞ്ഞു. എന്നെ ഈ ലീഗ് മോൻ എന്ന പേരിൽ എന്നും അറിയപ്പെടുകയാണ്. അതിന് ഞാൻ ഏറ്റവും സന്തുഷ്ടനാണ്. എത്ര കാലമായാലും ആ ലീഗ് മോൻ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.